LP UP സിലബസിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവിനെ കുറിച്ചാണ്, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. അപ്പോൾ കേരള നവോത്ഥാനം പഠിക്കുമ്പോൾ നവോത്ഥാന നായകരിൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഭാഗം കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. അങ്ങനെയെങ്കിൽ ലോക നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? പെട്രാർക്കിനെയാണ്. പെട്രാർക്ക്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. മറ്റൊരു ചോദ്യമുണ്ട്, കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്, അല്ലേ? സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് എന്നാണ്? 1856 ഓഗസ്റ്റ് 20-ന് 1856 ഓഗസ്റ്റ് 20-നാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴത്തി വയൽവാരം വീട്ടിലാണ്, അല്ലേ? വയൽവാരം വീട്ടിൽ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ട് 1856 ഓഗസ്റ്റ് മാസം 20-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ ജനിക്കുന്നു. നാണു ആശാൻ, അതുപോലെ ഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അല്ലെങ്കിൽ ഗുരുദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരുപാട് ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു കണ്ണങ്കര മൂത്തപിള്ള ആശാനാണ്. അതുപോലെ മറ്റു ഗുരുക്കന്മാരാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ, അതുപോലെ തൈക്കാട് അയ്യയാണ് അദ്ദേഹത്തെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ്? തൈക്കാട് അയ്യയാണ്. ഈ ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യാ സ്വാമികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതാകട്ടെ ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ തൈക്കാട് അയ്യയാണ് ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി നമുക്ക് കുറേ വർഷങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ആദ്യം ഈ വർഷങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 1881 ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്ങിൽ ഒരു സ്കൂള് സ്ഥാപിക്കുന്നുണ്ട്. 1881 അഞ്ചുതെങ്ങിൽ ശ്രീനാരായണ ഗുരു ഒരു സ്കൂള് സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടങ്ങൾ വേണമെന്ന് ഒരാവശ്യം ശ്രീനാരായണ ഗുരു മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ആദ്യം വർഷങ്ങളൊന്ന് നോക്കി പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1888 എന്താ സംഭവിച്ചത്? അരുവിപ്പുറം പ്രതിഷ്ഠ 1888. പിന്നെ 1898 വാവൂട്ട് യോഗം രൂപീകരിച്ചു. അതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. ആദ്യം വർഷം നോക്കാം. പിന്നെ എഴുതിയപ്പോൾ വിട്ടുപോയതാണ് നമ്മുടെ SNDP. ഏറ്റവും വിട്ടുപോകാൻ പാടില്ലാത്തൊരു പോയിന്റ് ആയിരുന്നു, അല്ലേ? അത് എഴുതിയപ്പോൾ വിട്ടുപോയി. 1903 SNDP സ്ഥാപിച്ചു. മെയ് 15-ാം തീയതി 1903 SNDP സ്ഥാപിതമായി, അല്ലേ? മെയ് 15-ാം തീയതിയാണ്. പിന്നെ വരുന്നത് 1904 ശിവഗിരി മഠം, അതുപോലെ വിവേകോദയം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പത്രമാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ. 1912 ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. പിന്നെ വരുന്നത് 1913, തൊട്ടടുത്ത വർഷമാണ്, ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1915 ഇദ്ദേഹം മിശ്രഭോജനം നടത്തുന്നുണ്ട്. പുലയ വിദ്യാർത്ഥികൾക്കായിട്ടാണ് മിശ്രഭോജനം നടത്തിയത്. പിന്നെ 1916 916 ആലുവ സംസ്കൃത സ്കൂള്. 1920 4 വർഷത്തിന് ശേഷം കാരമുക്ക് ദീപപ്രതിഷ്ഠ. പിന്നെ 4 വർഷത്തിന് ശേഷം ആലുവ അദ്വൈതാശ്രമം 1924. 1927 കണ്ണാടി പ്രതിഷ്ഠ. 1927 ഇദ്ദേഹം സമാധിയാകുന്നത് സെപ്റ്റംബർ 20-ന്. അപ്പോൾ ഇത്രയുമാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ. ഇത് നമുക്കൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത വർഷങ്ങളാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ചാർട്ട് വാങ്ങിച്ചിട്ട് ഈ വർഷങ്ങൾ എഴുതി നല്ല കളർഫുള്ളായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്നിടത്തൊന്ന്
പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ വർഷങ്ങളിലൂടെ പോകാം. അപ്പോൾ അദ്ദേഹം ആ ഒരു ഓർഡറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. കാരണം ഈ ഭാഗത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വർഷങ്ങൾ ഓർത്തിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ PSC ഇതിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഇത് അരുവിപ്പുറം പ്രതിഷ്ഠ, വാവൂട്ട് യോഗം, SNDP, ശിവഗിരി മഠം, പിന്നെ അതുപോലെ ശാരദാ പ്രതിഷ്ഠ, അദ്വൈതാശ്രമം, പിന്നെ കാരമുക്ക് ദീപപ്രതിഷ്ഠ, സമാധിയായ വർഷം, ആലുവ സർവമത സമ്മേളനം, ഇതെല്ലാം ചോദിച്ചതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ചാർട്ടിൽ എഴുതിയിട്ട് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പഠിക്കാനായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പിള്ളത്തടം ഗുഹ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പിള്ളത്തടം ഗുഹ ഓർത്ത് വയ്ക്കണം. മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹ. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് വരുന്നത് കോടതിയിൽ നിന്ന് നേരിട്ട് ഹാജരാവുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കോടതികളിൽ നിന്ന് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ്. 1904 ഇദ്ദേഹം കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഇദ്ദേഹത്തിന് ഒരു എക്സ്ക്യൂസ് കൊടുക്കുന്നത് 1904. ഓക്കെ, ഇനി ഇദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1881 5 തെങ്ങിൽ സ്കൂൾ കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടങ്ങൾ വേണമെന്ന് ഉദ്ഘോഷിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ ചാവറയച്ചനും പറഞ്ഞു അല്ലേ, പള്ളിയോടൊപ്പം എന്ത് വേണം? പള്ളിക്കൂടങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. അപ്പോൾ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. 1887. ഓക്കെ, അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. പിന്നീട് 1888 എന്ത് ചെയ്യുകയാണ്? ഇവിടെ പ്രതിഷ്ഠ നടത്തുകയാണ്. 1888 ഈ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാണ്? നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ്. അപ്പോൾ ഈ അരുവിപ്പുറം എവിടെയാണ്? ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്, നെയ്യാറ്റിൻകരയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ അല്ലേ. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു. 87 ക്ഷേത്രം പണി കഴിപ്പിച്ചത്. 88 നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? വിഗ്രഹ കല്ലെടുത്ത് അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. പിന്നെ 1898 വാവൂട്ട് യോഗം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞ് ഗുരുദേവന്റെ ഈ വാക്കുകൾ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തേക്കണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഓക്കെ, ഇനി 1898 വാവൂട്ട് യോഗം രൂപീകരിച്ചു. 1898 വാവൂട്ട് യോഗം രൂപീകരിച്ചു. അപ്പോൾ അരുവിപ്പുറം ക്ഷേത്ര യോഗത്തിനെയാണ് വാവൂട്ട് യോഗം എന്ന് പറയുന്നത്. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം അല്ലെങ്കിൽ വാവൂട്ട് യോഗം രൂപീകരിക്കുന്നത്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് SNDPയെ കുറിച്ചാണ്. 1903 SNDPയുടെ വർഷം. 1903. അപ്പോൾ നോക്കിയേ, SNDP എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് SNDP. അപ്പോൾ എന്താണ്? 1903 മെയ് 15 ഈ ഒരു SNDP സ്ഥാപിതമാകുന്നത്. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായവുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടന. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്, കൊല്ലം. അപ്പോൾ ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ. ഓക്കെ, ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? SNDPയെ കുറിച്ച്. SNDPയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. 1903 മെയ് 15 SNDP കൊല്ലത്ത് സ്ഥാപിതമാകുന്നത്. സുനിശ്ചിതമായിട്ടുള്ള ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായവുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനുമാണ്. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു. ഇനി
നമ്മൾ ഈ വാവൂട്ട് യോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു സംഘടന, അതിനെയാണ് എന്ത് പറയുന്നത്, വാവൂട്ട് യോഗം എന്ന് പറയുന്നത്. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ഈ അരുവിപ്പുറം ക്ഷേത്രയോഗം അല്ലെങ്കിൽ വാവൂട്ട് യോഗം എന്ന് പറയുന്ന ആ ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു സമിതി എന്ന് പറയുന്നത്. അപ്പോൾ SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സമിതിയാണ് വാവൂട്ട് യോഗം. ക്ലിയർ ആയോ? അപ്പോൾ SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന അല്ലെങ്കിൽ സമിതി ചോദിച്ചാൽ വാവൂട്ട് യോഗമാണ്. 1898 വാവൂട്ട് യോഗം രൂപീകരിക്കുന്നത്. 1903 SNDP വരുന്നത്. അപ്പോൾ SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിന് വേണ്ടി ആരംഭിച്ച സമിതിയാണ് ശരിക്കും ഈ വാവൂട്ട് യോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി SNDPയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള യോഗമാണ് ഈ വാവൂട്ട് യോഗം. ഓക്കെ, SNDPയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള യോഗമാണ് അരുവിപ്പുറം ക്ഷേത്ര യോഗം അല്ലെങ്കിൽ വാവൂട്ട് യോഗം. ഇനി 1898 വാവൂട്ട് യോഗം രൂപീകരിച്ചത് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ അരുവിപ്പുറം ക്ഷേത്ര യോഗം എന്ന് ചോദിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ്. 1898 ആരുടെ പ്രേരണ മൂലമാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ആരുടെ പ്രേരണ മൂലമാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചൊരു പോയിന്റ് ആയിരുന്നു. ഡോക്ടർ പൽപുവിൻ്റെ ഒരു പ്രേരണ കാരണമാണ് ഇദ്ദേഹം ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിക്കുന്നത്. ഇനി സ്വാമി വിവേകാനന്ദനാണ് ഡോക്ടർ പൽപുവിന് പ്രചോദനമായിട്ടുള്ളൊരു വ്യക്തി. ഡോക്ടർ പൽപുവിന് പ്രചോദനമായത് സ്വാമി വിവേകാനന്ദനും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന് SNDP സ്ഥാപിക്കാനായിട്ട് പ്രേരണ നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ പൽപു ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. SNDP സ്ഥാപിതമായിട്ടുള്ള വർഷം 1903 മെയ് മാസം 15 പ്രത്യേക ഒരു പോയിന്റ് ഉള്ളത്, സുനിശ്ചിതമായിട്ടുള്ള ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായവുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയായിരുന്നു SNDP. ആസ്ഥാനം കൊല്ലമാണ്. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനുമാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി 1904 എന്താ സംഭവിച്ചത്? ശിവഗിരി മഠം സ്ഥാപിച്ചു. ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904 ഇനി വിവേകോദയം എന്ന് പറയുന്നത് SNDPയുടെ മുഖപത്രമാണ്. വിവേകോദയം SNDPയുടെ മുഖപത്രമാണ് എന്നുള്ള കാര്യം ഓർക്കുക. 1904 വിവേകോദയം ആരംഭിച്ചത്. കുമാരനാശാനാണ് ഇത് സ്ഥാപിച്ചത്. ഓക്കെ, ഇപ്പോൾ ഇതിന്റെ പേരെന്താണ്? യോഗനാഥം എന്നുള്ളതാണ് നിലവിൽ വിവേകോദയത്തിന്റെ പേര്. ഇനി ഇതിന്റെ സ്ഥാപക പത്രാധിപരായിരുന്നു M. ഗോവിന്ദനായിരുന്നു വിവേകോദയത്തിന്റെ സ്ഥാപക പത്രാധിപർ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. അപ്പോൾ എന്താണ് ഇതിന് വിവേകോദയം എന്ന് പേര് കൊടുക്കാൻ കാരണം? വിവേകാനന്ദ സ്വാമികളോടുള്ള ആദര സൂചകമായിട്ട് SNDPയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന് പേര് കൊടുക്കുകയാണ് ചെയ്തത്. വിവേകാനന്ദ സ്വാമികളോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു പ്രസിദ്ധീകരണത്തിന് വിവേകോദയം എന്ന് പേര് നൽകിയത്. ഇനി വരുന്നൊരു ഇയർ 1908. 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. 1908 ഗുരു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. ഇനി കൂടാതെ 1912 വരുമ്പോൾ ശിവഗിരി പ്രതിഷ്ഠ, ശിവഗിരിയുടെ ശാരദാ പ്രതിഷ്ഠ നടത്തുന്നു. തിരുവനന്തപുരം ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തുന്നു. പിന്നീടുള്ളത് 1913 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇമ്പോർട്ടൻസ്? ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നു. 1913 ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നുണ്ട്. എന്താണ് ആലുവയിലെ അദ്വൈത ആശ്രമത്തിന്റെ ഇമ്പോർട്ടൻസ്? ആലുവ അദ്വൈത ആശ്രമത്തിന്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ സ്ഥാപിച്ചിട്ടുള്ള അദ്വൈത ആശ്രമത്തിന്റെ ആപ്തവാക്യം. പെരിയാർ നദീതീരത്താണ് ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിന്റെ തീരത്താണ് ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്ഥാപിച്ച വർഷം എന്നാണ്? 1913. അതുപോലെ ഇദ്ദേഹം 1924
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശം നൽകുന്നുണ്ടല്ലോ. ഈ സന്ദേശം ഇദ്ദേഹം നൽകിയത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ്. ഓക്കെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഇദ്ദേഹം പറയുന്ന ആ ഒരു കോട്ട്, ആ ഒരു സന്ദേശം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് 1924 ഇദ്ദേഹം പറയുന്നത്. പിന്നെ ആലുവ സർവമത സമ്മേളനം നടത്തുന്നുണ്ട്. ആലുവ സർവമത സമ്മേളനം അത് 1924 ആ ഒരു സമയത്താണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടോ. ആലുവ സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യം എങ്ങനെയാണ്? ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആലുവ സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യം എങ്ങനെയാണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളതാണ്. സർവമത സമ്മേളനം ആലുവ അദ്വൈത ആശ്രമത്തിൽ നടന്ന വർഷം 1924 ഈ ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ജസ്റ്റിസ് ടി സദാശിവ അയ്യരാണ്. ജസ്റ്റിസ് ടി സദാശിവ അയ്യർ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ടി സദാശിവ അയ്യരായിരുന്നു ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അപ്പോൾ ആലുവ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. 1913 ആലുവയിൽ അദ്വൈത ആശ്രമം ശ്രീനാരായണ ഗുരു സ്ഥാപിക്കുന്നത്. അതിന്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര എന്നുള്ളതാണ്. പെരിയാർ നദീതീരത്താണ് ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹം 1916 ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ട് ഒരു വിളംബരം നടത്തുന്നുണ്ട്. നമുക്ക് ജാതിയില്ല എന്ന വിളംബരം ഇദ്ദേഹം നടത്തുന്നത് 1916 കേട്ടോ. ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ്. പിന്നെ ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തി. ആലുവ അദ്വൈത ആശ്രമത്തിൽ എന്ത് ചെയ്തു? സർവമത സമ്മേളനം നടത്തി. 1926 ടി സദാശിവ അയ്യരുടെ അധ്യക്ഷതയിലായിരുന്നു. അതിന്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളതായിരുന്നു. അതുപോലെ ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ട് നടത്തുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശം ഇദ്ദേഹം നൽകുന്നത് ഈ ഒരു ആശ്രമത്തിൽ വെച്ചിട്ടാണ് എന്ന പോയിന്റ് കൂടി ഓർത്തു വെച്ചേക്കുക. പിന്നെ 1921 ഈ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിന്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടക്കുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സമസ്ത കേരള സഹോദര സമ്മേളനം 1921 അദ്വൈത ആശ്രമത്തിൽ വെച്ച് തന്നെ നടക്കുന്നുണ്ട്. ഇനി 1915 മിശ്രഭോജനം, അത് പുലയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം നടത്തിയതായിരുന്നു. മിശ്രഭോജനം 1915. ഇനി 1916 വരുമ്പോൾ ആലുവയിൽ സംസ്കൃത സ്കൂള് സ്ഥാപിച്ചു. പിന്നെ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? 5 തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു അല്ലേ? അത് 1881 ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുന്നത് 1916. ഇനി 1920 എന്താണ് ഇമ്പോർട്ടൻസ്? ഇദ്ദേഹം കാരമുക്ക് ദീപപ്രതിഷ്ഠ നടത്തുന്നുണ്ട്. കാരമുക്കിൽ ദീപപ്രതിഷ്ഠ നടത്തുന്ന വർഷമാണ് 1920. ഈ കാരമുക്ക് എവിടെയാണ്? കാരമുക്ക് തൃശ്ശൂരാണ്. ശ്രീനാരായണ ഗുരു എന്താണ് കാരമുക്കിൽ ദീപപ്രതിഷ്ഠ അല്ലെങ്കിൽ നിലവിളക്ക് പ്രതിഷ്ഠ എന്നൊക്കെ ചോദിക്കാം. അത് കാരമുക്ക് തൃശ്ശൂരാണ്. വിളക്കമ്പലമാണ് എക്സാക്ട് പ്ലേസ്. ഓക്കെ, വിളക്കമ്പലം. ഇനി നെക്സ്റ്റ് ഒരു ഇയർ വരുന്നത് 1924 ആലുവ സർവമത സമ്മേളനം. അതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആലുവ സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണെന്നുള്ള കാര്യം കേട്ടോ. അവിടെയാണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന ആപ്തവാക്യത്തോട് കൂടിയിട്ട് ആലുവ സർവമത സമ്മേളനം നടത്തിയത്. ടി സദാശിവ അയ്യരായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അതുപോലെ ആ ഒരു സന്ദർഭത്തിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന കോട്ട് അദ്ദേഹം നടത്തുന്നത്. പിന്നെ 1927 കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. 1927 കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നു. ഈ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കളവൻകോട് ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് ക്ഷേത്രത്തിലാണ് ഗുരു ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ മറ്റൊരു സ്ഥലമാണ് ഉല്ലല വൈക്കത്താണ് കേട്ടോ. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ 2 സ്ഥലങ്ങളുണ്ട്. ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആലപ്പുഴ ജില്ലയിലെ കളവൻകോടാണ്. പിന്നെ വരുന്നത് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ മറ്റൊരു സ്ഥലമാണ് വൈക്കത്ത് ഉല്ലല എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പോൾ ഈ ഒരു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ അദ്ദേഹം എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? അഹം ബ്രഹ്മാസ്മി, യു ആർ യുവർ സെൽഫ് ഗോഡ്. നമ്മൾ തന്നെയാണ് ദൈവം എന്നുള്ളൊരു ആശയമാണ് അഹം ബ്രഹ്മാസ്മി. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഒരു പോയിന്റിലേക്ക് വരാം. 1928 ഇദ്ദേഹത്തിൻ്റെ മഹാസമാധിയാണ്. സെപ്റ്റംബർ 20 അല്ലെ, സെപ്റ്റംബർ 20 കന്നി 5 മലയാള മാസം 1104 കന്നി 5 ശിവഗിരിയിലാണ് ഇദ്ദേഹത്തിൻ്റെ സമാധി നടക്കുന്നത്. 1928 സെപ്റ്റംബർ 20. ഇനി ഈ കണ്ണാടി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ, ഗുരു ഈ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ 2 ക്ഷേത്രങ്ങളാണ് കളവൻകോടത്തും അതുപോലെ ഉല്ലലയിലും. അപ്പോൾ നമ്മുടെ SCERT പാഠപുസ്തകം അനുസരിച്ച് ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് കളവൻകോടാണ്. പക്ഷെ നമ്മൾ റാങ്ക് ഫയലിലൊക്കെ കാണുന്നത് ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടം ക്ഷേത്രത്തിലാണെന്നും അതുപോലെ അവസാനമായിട്ടുള്ള പ്രതിഷ്ഠ നടത്തിയത് ഉല്ലലയിലാണെന്നുമാണ് കാണുന്നത് കേട്ടോ. പക്ഷെ SCERT ഫാക്ട് അനുസരിച്ച് ഈ കളവൻകോടത്താണ് ഗുരു അവസാനമായിട്ട് പ്രതിഷ്ഠ നടത്തിയത് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ അനുസരിച്ച് ഉത്തരം എഴുതണം. ഇനി നമ്മൾ നോക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളാണ്. ഒരുപാട് രചനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും PSC ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഈ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന കൃതി ഇദ്ദേഹം സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. ചട്ടമ്പി സ്വാമികൾക്കായി സമർപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അടുത്തത് ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകത്തിൻ്റെ വർഷം 1897. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന പ്രശസ്തമായ വരികൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൃതിയാണ് ആത്മോപദേശ ശതകം. 1897 വർഷം. 1897. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. PSCയുടെ PYQ ആണ്. ഇതേത് കൃതിയിലെയാണ്? ആത്മോപദേശ ശതകമാണ്. വർഷം 1897. SCERT ഫാക്ട് കൂടിയാണ്. ഇനി നെക്സ്റ്റ് ദൈവദശകം. 1914 വർഷം. 1914 ദൈവദശകം. ഇപ്പോൾ 2014 ആയപ്പോഴേക്കും ദൈവദശകത്തിൻ്റെ 100ാം വാർഷികം ആചരിച്ചു. ഇതും PSCയുടെ PYQ ആണ്. പിന്നെ 3 കൃതികൾ നോക്കിയേ. ജാതി നിർണയം, ജാതി ലക്ഷണം, ജാതി മീമാംസ. ജാതി ലക്ഷണം, ജാതി നിർണയം, ജാതി മീമാംസ എന്നീ 3 കൃതികളും ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അതിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതി മീമാംസ. ജാതി മീമാംസ എന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വചനമുള്ള പുസ്തകമാണ് കേട്ടോ. ഇനി ഈ ദൈവദശകം എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ടല്ലോ, 2014 100ാം വാർഷികം ആചരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പ്രശസ്തമായിട്ടുള്ള 2-3 വരികളുണ്ട്. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ദൈവദശകത്തിലെ വരികളാണ്. അപ്പോൾ അതും SCERT പോയിൻ്റാണ്. അപ്പോൾ അതുകൂടി പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വരികളൊക്കെ തന്നിട്ട് ഇതേത് കൃതിയിലാണെന്നോ അല്ലെ ആര് രചിച്ചതാണെന്നോ ഒക്കെ ചോദിക്കാം. ഇനി അടുത്ത ഒരു കൃതി എന്ന് പറയുമ്പോൾ സമാധി ശ്ലോകങ്ങൾ. സമാധി ശ്ലോകങ്ങളാണ് അടുത്തൊരു കൃതി വരുന്നത്. പിന്നെ വരുന്നതാണ് ശിവശതകം. സമാധി ശ്ലോകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ മനസ്സിൽ വേണ്ടുന്ന ഒരു പോയിന്റ് പറയാം. PSC ഇവിടെ പ്രത്യേകമായി ചില ഉത്തരങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കണം. അത് ചട്ടമ്പി സ്വാമികൾ മഹാസമാധി പ്രാപിച്ചപ്പോൾ ആദരമർപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് സമാധി ശ്ലോകങ്ങൾ. പക്ഷേ PSC ചോദിക്കുകയാണ്, ചട്ടമ്പി സ്വാമികൾ മഹാസമാധി പ്രാപിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത കൃതി ഏതാണെന്ന് ചോദിച്ചാൽ നവമഞ്ജരിയാണ് PSCയുടെ ആൻസർ. അത് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. പക്ഷേ നവമഞ്ജരി എന്ന് പറയുന്നത് നവം എന്നാൽ 9 സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കൃതിയാണ് നവമഞ്ജരി. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ഓക്കെ, അപ്പോൾ PSCയുടെ ഉത്തരം നവമഞ്ജരിയാണ്. ആക്ച്വലി ആൻസർ സമാധി ശ്ലോകങ്ങളാണെന്നുള്ള പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. പിന്നെ വരുന്ന അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ് ശിവശതകം, അതുപോലെ തന്നെ ദൈവദശകം നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ വരുന്നതാണ് അദ്വൈത ദീപിക, ജാതി മീമാംസ പറഞ്ഞു, ജാതി നിർണയം പറഞ്ഞു, പിന്നെന്താണ് ജാതി ലക്ഷണം പറഞ്ഞു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുണ്ടലിനി പാട്ട്, ജീവകാരുണ്യ പഞ്ചകം, ജനനി നവരത്ന മഞ്ജരി, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഇതുകൂടാതെ തന്നെ ഒരുപാട് കൃതികളുണ്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയിട്ടുള്ള കുറച്ച് കൃതികളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു, ഏതാണ്? തിരുവള്ളുവറിൻ്റെ തിരുക്കുറലുണ്ട്. അതുപോലെ തന്നെ ഒഴുവിലൊടുക്കം
ഈശാവാസ്യോപനിഷത്ത് ഇതെല്ലാം എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ട്രാൻസ്ലേറ്റർ വർക്ക്സ് ആണ്. അപ്പോൾ ഗുരുവിൻ്റെ തമിഴ് ട്രാൻസ്ലേഷനാണ് തേവാര പതികങ്ങൾ എന്ന് പറയുന്ന കൃതി. തേവാര പതികങ്ങൾ ഗുരുവിൻ്റെ തമിഴ് ട്രാൻസ്ലേഷനാണ് തേവാര പതികങ്ങൾ. പിന്നെ വരുന്ന സംസ്കൃത രചനകളാണ് ഈ ദർശനമാല, ചിദംബരാഷ്ടകം, അതുപോലെ വേദാന്ത സൂത്രം, നിർവൃതി പഞ്ചകം. ഇതൊക്കെ തമിഴ് രചനകളാണ്. ഇനി നമുക്ക് കുറച്ച് കണ്ടുമുട്ടലുകളാണ് നോക്കാനായിട്ടുള്ളത്. കണ്ടുമുട്ടലുകൾ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും അങ്ങനെയുള്ള ആളുകളൊക്കെ തമ്മിലുള്ള ഒരു മീറ്റ് ചെയ്ത ഇയേഴ്സ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. കാരണം അത് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതൊരു ചെറിയ കോഡിലൂടെ നമുക്ക് പഠിക്കാം. ആദ്യം ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1882. പിന്നെ വരുന്നത് ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1891. പിന്നെ വരുന്നത് ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപൂൻ തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1895. കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് 1891. ചട്ടമ്പി സ്വാമി ആണെങ്കിൽ 82, പൽപ്പു ആണെങ്കിൽ 95. അപ്പോൾ ശ്രീനാരായണ ഗുരു ചക്കുപ്പയെ കണ്ടുമുട്ടി. ഏതാണ്? ചക്കുപ്പ. 82, 91, 95. ചട്ടമ്പി സ്വാമികൾ, കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു. 82, 91, 95. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് വേറെ കോഡുകളൊന്നും കൊണ്ടുവരാനായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അടുത്ത കണ്ടുമുട്ടലാണ് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും. ശ്രീനാരായണ ഗുരു അയ്യങ്കാളി വർഷം 1912 ബാലരാമപുരത്ത് വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. ബാലരാമപുരം. ഇനി അടുത്തത് ശ്രീനാരായണ ഗുരുവും ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1914. ഇനി ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും തമ്മിൽ കണ്ടുമുട്ടുന്ന വർഷം 1916. ഇവിടെ ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആലുവയിൽ വെച്ചിട്ടാണ്. രമണ മഹർഷിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് തിരുവണ്ണാമലയിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വർഷം പഠിക്കാൻ എളുപ്പമുണ്ട് അല്ലേ? 12, 14, 16. ശ്രീനാരായണ ഗുരു അവരെ കണ്ടുമുട്ടിയ വർഷം. അങ്ങനെ ആലോചിക്കുക കേട്ടോ. ശ്രീനാരായണ ഗുരു അവരെ കണ്ടുമുട്ടിയ വർഷം 12, 14, 16. അവരെ എന്ന് പറയുമ്പോൾ ആരാണ്? ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടി 12 ബാലരാമപുരത്ത് വെച്ച്. ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടി 1914. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയുമായി മീറ്റ് ചെയ്തു 1916. അവരെ കണ്ടുമുട്ടി 1912, 14, 16. ഇനി മറ്റ് രണ്ടുപേരും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ മീറ്റ് ചെയ്ത വർഷം പഠിക്കണം. അത് 1922. 1922 ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ ശിവഗിരിയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നത്. പിന്നെ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ മീറ്റ് ചെയ്തത് 1925. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലേക്ക് വന്നപ്പോഴാണ് ഇവർ ശിവഗിരിയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നത്. അവസാന രണ്ടുപേരെയും കാണുന്നത് ശിവഗിരിയിൽ വെച്ചിട്ടാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ഈ കണ്ടുമുട്ടലുകൾ. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും തമ്മിൽ കണ്ടുമുട്ടി ചക്കൂപ്പ അല്ലെ? കോഡ് ചക്കൂപ്പ 82, 91, 95. 82, 91, 95. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയുമായി കണ്ടുമുട്ടിയത് 82, കുമാരനാശാനുമായി കണ്ടുമുട്ടിയത് 91, പൽപ്പുവുമായി കണ്ടുമുട്ടിയത് 1895. ഇനി ശ്രീനാരായണ ഗുരു അവരെ കണ്ടുമുട്ടി 12, 14, 16. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ മീറ്റ് ചെയ്തു 1912. ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും തമ്മിൽ മീറ്റ് ചെയ്തു 1914. ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും തമ്മിൽ കണ്ടുമുട്ടി 1916. അവസാനമായിട്ട് ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയത് 1922. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ മീറ്റ് ചെയ്തത് 1925.
അപ്പോൾ ഓക്കെ ആയല്ലോ. ഈ കണ്ടുമുട്ടലുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടാക്കി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റ്സ് എന്തൊക്കെയാണ്? ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ഏത് വർഷം? 1922. അന്ന് ടാഗോറിന് കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ആരാണ്? CF ആൻഡ്രൂസ് ആണ്. ദീനബന്ധു എന്നറിയപ്പെടുന്ന CF ആൻഡ്രൂസ് ആണ് അന്ന് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി. ഓക്കെ. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിക്കുന്ന സമയത്ത്, ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും ഒരു മീറ്റിങ്ങിന്റെ സമയത്ത് ഗാന്ധിജിയോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? C രാജഗോപാലാചാരി, EV രാമസ്വാമി നായ്ക്കർ, രാംദാസ് ഗാന്ധി, മഹാദേവ് ദേശായി എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിന് വേദി ഒരുക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് AK ഗോവിന്ദദാസ് ആണ്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇനി അടുത്തത് രമണ മഹർഷിയെ കണ്ടു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. 1916 രമണ മഹർഷിയെ കണ്ടു അല്ലെ. എവിടെ വെച്ചിട്ടായിരുന്നു? തിരുവണ്ണാമലയിൽ വെച്ചിട്ടാണ് 1916 രമണ മഹർഷിയെ കാണുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു തിരുവണ്ണാമലയിൽ പോയിട്ട് സന്ദർശിച്ച സന്യാസി ആരാണ്? രമണ മഹർഷി. വർഷം 1916. അപ്പോൾ പിന്നെ വരുന്നത് ഈ ഒരു സന്ദർശനത്തിന് ശേഷം ഇദ്ദേഹം ഒരു കൃതി രചിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ഒരു കൃതി രചിച്ചു. നിർവൃതി പഞ്ചകം എന്നായിരുന്നു ആ ഒരു കൃതിക്ക് പേര് കൊടുത്തത്. രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം ഗുരു രചിച്ച കൃതിയാണ് നിർവൃതി പഞ്ചകം. ഭൗതികമായ ഔന്നത്യമുള്ള മഹാത്മാവ് എന്ന് ശ്രീനാരായണ ഗുരുവിനെ ഈ ഒരു സമയത്ത് രമണ മഹർഷി വിശേഷിപ്പിക്കുന്നുണ്ട്. ഭൗതികമായ ഔന്നത്യമുള്ള മഹാത്മാവ് എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രമണ മഹർഷിയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം, പലാവർത്തി പഴയ ചോദ്യ പേപ്പറിലൊക്കെ PSC ചോദിച്ചു കണ്ടിട്ടുണ്ട്. ശ്രീലങ്കയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം സന്ദർശനം നടത്തിയത് 2 തവണയാണ്. 1918 അതുപോലെ 1926 ശ്രീലങ്കൻ സന്ദർശനം നടത്തിയത്. ഓക്കെ. ഇനി ഈ 2 പോയിന്റ്സും ഇനി പഠിക്കാനായിട്ടുള്ളത് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിന് വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. എന്തൊക്കെയാണ്? അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിന് വേണ്ടി നിലകൊണ്ടു. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ സർവമത സാഹോദര്യത്തിന് വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. സർവമത സാഹോദര്യത്തിന് വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകൻ. ഇനി ദുരാചാരങ്ങൾ, അതായത് പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെയൊക്കെ ശ്രീനാരായണ ഗുരു എതിർക്കുകയുണ്ടായി. അപ്പം അങ്ങനെ എതിർത്തുകൊണ്ട് ഇദ്ദേഹം ഒരു സമ്മേളനം നടത്തി. ആ ഒരു സമ്മേളനത്തിന്റെ പേരാണ് പരവൂർ സമ്മേളനം. പരവൂർ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ പരവൂർ സമ്മേളനം നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. ദുരാചാരങ്ങളായിട്ടുള്ള താലികെട്ട് കല്യാണം, തിരണ്ട് കല്യാണം, പുളികുടി എന്നിവയൊക്കെ എതിർത്തുകൊണ്ടുള്ള സമ്മേളനമായിരുന്നു ഇത്. അതുപോലെ വ്യവസായശാലകളൊക്കെ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാനുള്ള നിർദ്ദേശമൊക്കെ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ശ്രമിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ശ്രമിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു. പിന്നെ അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന കാര്യമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ പ്രവർത്തനങ്ങളും ചെയ്തത്. പിന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഇദ്ദേഹം ആളുകളെ ഉപദേശിച്ചു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഇദ്ദേഹം ജനങ്ങളെ ഉപദേശിക്കുകയുണ്ടായി. സാമൂഹിക നവോത്ഥാന രംഗത്ത് ഗുരുവിൻ്റെ സംഭാവനകൾ രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ അവരുടെയൊക്കെ പ്രശംസയ്ക്ക് പാത്രമായിട്ടുള്ള കുറേയൊക്കെ സംഭാവനകളാണ് ആര് കൊണ്ടുവന്നത്? ശ്രീനാരായണ ഗുരു കൊണ്ടുവന്നത്. ക്ഷേത്രങ്ങളോടൊപ്പം എന്ത് വേണം? പള്ളിക്കൂടങ്ങൾ കൂടി വേണം എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ. നമ്മുടെ ചാവറയച്ചൻ പറഞ്ഞതുപോലെ തന്നെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നത് ചാവറയച്ചനാണ്. അപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം എന്ത് വേണം? പള്ളിക്കൂടങ്ങൾ വേണമെന്ന് ഉദ്ഘോഷിച്ചു. അപ്പോൾ ക്ഷേത്രങ്ങളുടേതിന് തുല്യമായിട്ടുള്ള പ്രാധാന്യം തന്നെയാണ് അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകിയത്. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് വചനങ്ങൾ നോക്കാം. ആദ്യം
മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളൊരു കോട്ടുണ്ട്. പിന്നെ മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നൊരു കോട്ടുണ്ട്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകത്തിലെ വരികളാണ്. SCERT ഫാക്റ്റാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ജാതിമീമാംസ എന്ന കൃതിയിലെ വരികളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, കൊല്ലം ആസ്ഥാനമായിക്കൊണ്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആപ്തവാക്യം കൂടിയാണിത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ VC ആരാ? PM മുബാറക് പാഷ. PM മുബാറക് പാഷ. നിലവിൽ ആരാണ് VC? ആരാണ്? ജഗതി രാജാന്ന് തോന്നുന്നു കേട്ടോ. ഡോക്ടർ ജഗതി രാജാന്ന് തോന്നുന്നു. ഒന്ന് നോക്കി കൺഫേം ചെയ്യണം കേട്ടോ. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ആപ്തവാക്യമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് റാങ്ക് ഫയലിലൊക്കെ നോക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാണാനുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനിയും ഗുരുവിനെക്കുറിച്ച് മറ്റു കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുള്ള കോട്ടുകളുണ്ട്. ഗുരുവിനെക്കുറിച്ച് മറ്റാളുകൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഗുരുവിനെക്കുറിച്ച് ഓക്കെ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അയ്യങ്കാളി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് നോക്കാം. അയ്യങ്കാളി എന്താണ് ഗുരുവിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്? ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം എന്നാണ് അയ്യങ്കാളി ഗുരുവിനെക്കുറിച്ച് പറഞ്ഞത്. എന്താണ്? ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണമെന്ന് അയ്യങ്കാളി അഭിപ്രായപ്പെട്ടു. ഇനി രവീന്ദ്രനാഥ് ടാഗോർ എന്താണ് പറഞ്ഞത്? ടാഗോർ ഗുരുവിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്, എന്നാൽ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല എന്നൊരു അഭിപ്രായം ആര് പറഞ്ഞു? ടാഗോർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്, എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല. ഇനി മറ്റൊരു കോട്ടുണ്ട്. CP രാമസ്വാമി അയ്യർ എന്താ പറഞ്ഞത്? CP രാമസ്വാമി അയ്യരുടെ കോട്ട് ഇങ്ങനെയാണ്: മഹാത്മാഗാന്ധിക്ക് മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. മഹാത്മാഗാന്ധിക്കും മുൻപേ തന്നെ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് CP രാമസ്വാമി അയ്യർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി കുറച്ച് പുസ്തകങ്ങളും അതുപോലെ സിനിമകളും ഒക്കെയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഗുരു എന്നൊരു കൃതി, ഗുരു എന്ന പേരിലൊരു കൃതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൃതി എഴുതിയത് ഗുരു എന്ന പേരിലൊരു കൃതി വന്നിട്ടുണ്ട്. അത് K സുരേന്ദ്രനാണ് അത് എഴുതിയിരിക്കുന്നത് കേട്ടോ. K സുരേന്ദ്രൻ്റെ ഗുരു എന്നൊരു കൃതിയുണ്ട്. പിന്നെ വരുന്നത് ഗുരുദേവ കർണാമൃതം, കിളിമാനൂർ കേശവൻ്റെയാണ് എന്താ ഗുരുദേവ കർണാമൃതം എന്ന് പറയുന്നൊരു കൃതി. പിന്നെ യുഗപ്പിറവി K വാസുദേവൻ്റെയാണ്. അങ്ങനെ ഒരുപാട് കൃതികളുണ്ട്. ആ ഭാഗം നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കേണ്ട 1-2 കൃതികളുണ്ട്, അത് നമുക്ക് പറയാം കേട്ടോ. ആത്മോപദേശ ശതകം എന്ന കൃതി ഉണ്ടല്ലോ, അത് സെന്റിലോക്കി ടു ദ സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജഗുരുവാണ്. നടരാജഗുരു എന്ത് ചെയ്തു? ഈ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു കേട്ടോ. സെന്റിലോക്കി ടു ദ സെൽഫ്, ആ ഒരു ബുക്കിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. സെന്റിലോക്കി ടു ദ സെൽഫ് എന്ന പേരിൽ ആത്മോപദേശ ശതകം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജഗുരുവാണ്. ഇനി അതുപോലെ തന്നെ ഈ ആത്മോപദേശ ശതകത്തിന് മറ്റൊരു പേരിൽ ഒരു ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. സോങ് ഓഫ് ദ സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ കെ ശ്രീനിവാസൻ. ഇതിൽ ഈ നടരാജഗുരുവിൻ്റെ ട്രാൻസ്ലേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇനി ചോദിച്ചിട്ടുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ SCERTയിലെ ഒരു കോട്ടുണ്ട്: മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് നമ്മുടെ ഗുരു ഒരു
വചനം നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഗുരുവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഒരു SCERT ഫാക്റ്റാണ്. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ഒക്കെ ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്നൊരു SCERT കോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊരു കാര്യമുണ്ട്. പിന്നെ അതുപോലെ ക്ഷേത്ര നിർമ്മാണം. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വേണ്ടത്, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്നൊരു കോട്ട് കൂടി ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ഗുരു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റുള്ള കോട്ടുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കൂടാതെ തന്നെ ഇനി 1-2 ചോദ്യങ്ങൾ മുൻപ് ചോദിച്ചിട്ടുള്ളത് ഇതാണ്. രണ്ടാം ബുദ്ധൻ എന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത്. പെരിയസ്വാമി എന്ന് ഡോക്ടർ പൽപ്പു നമ്മുടെ ഗുരുവിനെ ഒരു വിശേഷണമുണ്ട് കേട്ടോ. പെരിയസ്വാമി എന്ന് ഗുരുവിനെ അഭിസംബോധന ചെയ്തത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു. കേരള നവോത്ഥാനത്തിൻ്റെ രാജശില്പി എന്ന് P. ഗോവിന്ദപിള്ള ഗുരുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നേക്കുക. പിന്നെ ഈ സമാധി ശ്ലോകങ്ങളും നവമഞ്ജരിയും തമ്മിലുള്ള ആ ഒരു കോൺട്രഡിക്ഷൻ നമ്മുടെ PSCയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് കൃത്യമായി ഓർത്ത് വെച്ചേക്കണം. PSCയുടെ ആൻസർ നവമഞ്ജരിയാണ്. ചട്ടമ്പി സ്വാമികൾ മഹാസമാധി പ്രാപിച്ചപ്പോൾ ആദരം അർപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി നവമഞ്ജരിയാണ്. സമാധി ശ്ലോകങ്ങളാണ് യഥാർത്ഥ ആൻസർ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് 1-2 പോയിന്റ്സും കൂടി നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതിമ തലശ്ശേരിയിലാണ് സ്ഥാപിക്കുന്നത്. തലശ്ശേരിയിലാണ് 1927 ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. തലശ്ശേരിയിൽ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. അതുപോലെ ആദ്യ പ്രതിമ പറഞ്ഞല്ലോ, ആ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്തത് C. തവാർലി എന്ന ഇറ്റാലിയൻ ശില്പി. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ കൈതമുക്കിലാണ്, തിരുവനന്തപുരത്ത് കൈതമുക്കിൽ. പിന്നെ ഒരു കറണ്ട് അഫെയർ ഫാക്ട് 2020 2020 ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ലാ വിളംബരം അദ്വൈതാശ്രമത്തിൽ വെച്ച് നടത്തിയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു നമുക്ക് ജാതിയില്ലാ വിളംബരത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗുരുവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ഒബ്സർവേറ്ററി ഹില്ലിൽ ഉണ്ണിക്കാനായി രൂപകൽപ്പന ചെയ്ത ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുണ്ടായിരുന്നു. 2020 സെപ്റ്റംബറിലായിരുന്നു അത് കേട്ടോ. അതായത് നമുക്ക് ജാതിയില്ലാ വിളംബരത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗുരുവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കൂടി ഇതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്തത്. കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ്, കാരണം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അത്ര അധികമുണ്ട്, കൃതികൾ അത്ര അധികമുണ്ട്, കോഡ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുമാണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ലെങ്ത് ഇത്തിരി കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇത് റാങ്ക് ഫയലിലൊക്കെ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക. അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് ആ ഭാഗത്ത് കൂട്ടിച്ചേർത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, റിവിഷൻ്റെ സമയമാകുമ്പോഴും റിവിഷൻ ചെയ്തു പോകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും വിട്ടുപോകണ്ട കേട്ടോ. കൂടാതെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കണ്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ടെലഗ്രാം ചാനലിൽ റിവിഷൻ പ്ലാനുകളും അതുപോലെ വീക്ക്ലി എക്സാംസും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ അവസരങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. താങ്ക്